നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ശരിക്കും എന്തറിയാം? ചിലപ്പോൾ നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്തായിരിക്കും പല കാര്യങ്ങളും, അല്ലേ? അപ്പോൾ ഈയൊരു വിശകലനത്തിലൂടെ നമുക്ക് ഇന്ത്യൻ സമൂഹത്തെ ഒരു പുതിയ കണ്ണിലൂടെ കുറച്ചുകൂടെ ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ തന്നെ തുടങ്ങാം, അല്ലേ? നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ മാത്രം തിരഞ്ഞെടുപ്പുകളുടെ ഫലമാണോ? അതായത് നിങ്ങളുടെ ജോലി, പഠിപ്പ്, ജീവിതരീതി ഇതൊക്കെ പൂർണ്ണമായും നിങ്ങളുടെ മാത്രം തീരുമാനങ്ങളാണോ? അതോ നമ്മളൊന്നും അറിയാതെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ചില സാമൂഹിക ശക്തികളുണ്ടോ? ആ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നോക്കൂ, നമ്മൾക്കെല്ലാവർക്കും സമൂഹത്തെക്കുറിച്ച് ചില ധാരണകളൊക്കെയുണ്ട്. ഇതിനെയാണ് നമ്മൾ കോമൺ സെൻസ് അഥവാ സാമാന്യബോധം എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇത് രൂപപ്പെടുന്നത്. പക്ഷേ സാമൂഹ്യശാസ്ത്രം ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ഈ സാമാന്യബോധത്തിന് അപ്പുറത്തേക്ക് ഒന്ന് എത്തി നോക്കുകയാണ്. കാരണം നമ്മുടെ ഈ കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും പൂർണ്ണമായിരിക്കില്ല, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ സാമൂഹ്യശാസ്ത്രം ചിട്ടയായ പഠനത്തിലൂടെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ ആഴത്തിലുള്ള ഒരു ചിത്രം തരുന്നു. അപ്പോൾ ഈ പറയുന്ന ആഴത്തിലുള്ള കാഴ്ചപ്പാട് നമുക്കെങ്ങനെ കിട്ടും? അതിനൊരു വഴിയുണ്ട്. അതിനുള്ളൊരു താക്കോലാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. അതാണ് സമൂഹശാസ്ത്ര സങ്കല്പം. പ്രശസ്തനായ ഒരു സാമൂഹ്യശാസ്ത്രജ്ഞനുണ്ട്, സി റൈറ്റ് മിൽസ്. അദ്ദേഹമാണ് സമൂഹശാസ്ത്ര സങ്കല്പം അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഈ കിടിലനാശയം മുന്നോട്ടുവെച്ചത്. സിമ്പിളായി പറഞ്ഞാൽ എന്താണത്? നമ്മുടെയൊക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരാൾക്ക് ജോലിയില്ല. ആ പ്രശ്നത്തെ സമൂഹത്തിലെ വലിയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചു കാണാനുള്ളൊരു കഴിവാണിത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാത്രം പ്രശ്നമായി കാണാതെ അതിനപ്പുറത്തേക്ക് നോക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഈ ആശയം ഒന്നുകൂടെ ക്ലിയറാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരാൾക്ക് ജോലിയില്ലെന്നിരിക്കട്ടെ. അത് അയാളുടെ മാത്രം കഴിവുകേടോ ശ്രമക്കുറവോ ആണെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. അതൊരു വ്യക്തിപരമായ പ്രശ്നം. പക്ഷേ അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലിയില്ലാതാകുമ്പോഴോ? അപ്പോൾ അതൊരു സാമൂഹിക പ്രശ്നമായി മാറുകയാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുമൊക്കെയാണ്. കണ്ടോ, ഈയൊരു ബന്ധം കണ്ടെത്താനാണ് സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഈ പുതിയ ലെൻസ് കിട്ടിയില്ലേ? ഇനി ഈ ലെൻസിലൂടെ നമുക്ക് ഇന്ത്യയുടെ ഒരു വലിയ ചിത്രം, ഒരു ബിഗ് പിക്ചർ ഒന്ന് നോക്കാം. കാരണം ഏതൊരു സമൂഹത്തെയും മനസ്സിലാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ജനസംഖ്യയെക്കുറിച്ചും അറിയുക എന്നതാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണെന്നറിയോ? 121 കോടി. ഒന്നാലോചിച്ച് നോക്കിക്കേ, ലോകത്തിലെ ഓരോ 6 പേരെ എടുത്താൽ അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. അത്രയും വലിയൊരു ജനതയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് ഒരേ സമയം ഭയങ്കര സങ്കീർണവും എന്നാൽ അത്രത്തോളം തന്നെ കൗതുകം നിറഞ്ഞതുമാണ്, അല്ലേ? ഇത്രയും വലിയൊരു ജനസംഖ്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യ ഒരു യുവരാജ്യമാണ്. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവരുടെ എണ്ണം അവരെ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളെയും പ്രായമായവരെയുംക്കാൾ വളരെ കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അഥവാ ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാലൊരു സുവർണാവസരമാണ്. ഇത് ശരിയായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ രാജ്യത്തിന് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ പറ്റും. പക്ഷേ ഈ ജനസംഖ്യാ കണക്കുകൾ എപ്പോഴും നല്ല വാർത്തകൾ മാത്രമല്ല നമുക്ക് തരുന്നത്. വർഷങ്ങളായി ഇന്ത്യയിലെ സ്ത്രീ-പുരുഷ അനുപാതം, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ വളരെ അപകടകരമായ രീതിയിൽ കുറഞ്ഞുവരികയാണ്. അതായത് 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ ജനിക്കുന്നു എന്ന കണക്കാണിത്. ഈയൊരു കുറവ് കാണിക്കുന്നതെന്താണ്? നമ്മുടെ സമൂഹത്തിൽ എത്ര ആഴത്തിൽ പെൺകുട്ടികളോടുള്ള വിവേചനം വേരൂന്നിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണിത്. ഇതൊരു വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഈ ജനസംഖ്യാ കണക്കുകൾക്കൊക്കെ പിന്നിൽ നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ചില അദൃശ്യമായ പക്ഷേ ഭയങ്കര ശക്തമായ ചില ഘടനകളുണ്ട്. ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പോലെ. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ജാതിയും കുടുംബവും. ജാതി വ്യവസ്ഥയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഇന്ത്യയിൽ. ഇത് വെറുമൊരു പഴയകാല ഓർമ്മയല്ല. ഇന്നും നമ്മൾ അറിയുന്നോ അറിയാതെയോ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ, എന്തിന് നമ്മുടെ ചിന്തകളെ വരെ സ്വാധീനിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് അതിവിടെ തന്നെയുണ്ട്. ജാതിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി 2 വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്: വർണ്ണം, ജാതി. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. വർണ്ണം എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. പുസ്തകങ്ങളിലൊക്കെയുള്ള ഒരു 4 തട്ടുള്ള മാതൃക: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. പക്ഷേ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കാണുന്നത് ജാതിയാണ്. അത് ആയിരക്കണക്കിന് ഉപവിഭാഗങ്ങളുള്ള, ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള വളരെ സങ്കീർണമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ജാതി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബം. ഇന്ത്യയിൽ ഒരൊറ്റ ടൈപ്പ് കുടുംബം മാത്രമല്ല ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ
അച്ഛനും അമ്മയും കുട്ടികളും മാത്രമുള്ള ന്യൂക്ലിയർ ഫാമിലികളുണ്ട്. അതുപോലെ ഒരുപാട് തലമുറകൾ ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബങ്ങളുണ്ട്. സാധാരണ കല്യാണം കഴിഞ്ഞ് സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. എന്നാൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന രീതികളും ചില സമൂഹങ്ങളിലുണ്ട്. അതുപോലെ തന്നെ സ്വത്ത് അച്ഛനിൽ നിന്നും മകനിലേക്കല്ല, അമ്മയിൽ നിന്നും മകളിലേക്ക് കൈമാറുന്ന മാതൃദായക്രമം വരെ നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമാണ്. അത്ഭുതമായി തോന്നുന്നില്ലേ? അപ്പോൾ ഈ പറഞ്ഞ ജാതി, കുടുംബം പോലെയുള്ള പരമ്പരാഗത ഘടനകളെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു ആധുനിക ശക്തിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അതാണ് മാർക്കറ്റ് അഥവാ വിപണി. വെറുതെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്ഥലം എന്നതിനപ്പുറം വിപണി എന്ന് വളരെ ശക്തമായ ഒരു സാമൂഹിക സ്ഥാപനമായി മാറിയിരിക്കുന്നു. എക്കണോമിക്സിൽ ആഡം സ്മിത്തിനെ പോലുള്ളവർ പറഞ്ഞതെന്താണെന്നാൽ, വിപണിയിൽ ഓരോരുത്തരും സ്വന്തം ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു അദൃശ്യമായ കരം അഥവാ ഇൻവിസിബിൾ ഹാൻഡ് എല്ലാവർക്കും ഗുണമുണ്ടാക്കുമെന്നാണ്. പക്ഷേ സാമൂഹ്യശാസ്ത്രജ്ഞർ ഇതിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്. അവർ പറയുന്നത് വിപണികൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്നാണ്. ഇതിനൊരു നല്ല ഉദാഹരണമാണ് ചില പ്രത്യേക ബിസിനസ്സുകൾ ചില ജാതികളോ സമുദായങ്ങളോ തലമുറകളായി കൈയാളുന്നത്. അപ്പോൾ അവിടെ വെറും ഡിമാൻഡും സപ്ലൈയും മാത്രമല്ലല്ലോ കാര്യം. ആധുനിക മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് ചരക്കുവൽക്കരണം അഥവാ കമ്മോഡിഫിക്കേഷൻ. പേരുകേട്ട് പേടിക്കണ്ട, സിമ്പിളാണ്. പണ്ട് പണം കൊടുത്തു വാങ്ങാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് വിപണിയിൽ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സാധനമായി, ഒരു ചരക്കായി മാറുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ ഇഷ്ടം പോലെയുണ്ട്. പണ്ട് പ്രകൃതി സൗജന്യമായി തന്നിരുന്ന കുടിവെള്ളം ഇന്നത് കുപ്പികളിൽ വിൽക്കുന്ന ഒരു ചരക്കല്ലേ? അതുപോലെ പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള കോച്ചിംഗ്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകൾ, എന്തിനധികം പറയുന്നു, ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ വരെ ഇന്ന് പണം കൊടുത്തു വാങ്ങാവുന്ന സേവനങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതം ഒരുപാട് എളുപ്പമാക്കുന്നുണ്ടാവാം. പക്ഷേ മനുഷ്യബന്ധങ്ങളെയും നമ്മുടെ മൂല്യങ്ങളെയുമൊക്കെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ജനസംഖ്യ, ജാതി, കുടുംബം, വിപണി ഇങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ സംസാരിച്ചു. ഈ വലിയ ആശയങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈയൊരു സൂംഡ് ഔട്ട് വ്യൂവിൽ നിന്ന് നമുക്ക് തിരിച്ച് ഓരോ വ്യക്തിയിലേക്കും, നിങ്ങളിലേക്കും എന്നിലേക്കും വരാം. സാമൂഹ്യശാസ്ത്രം നമുക്ക് തരുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു ടൂളാണ് ഈ സാമൂഹിക ഭൂപടം അഥവാ സോഷ്യൽ മാപ്പ്. ഇത് നമ്മുടെ മനസ്സിലുള്ള ഒരു മാപ്പ് പോലെയാണ്. നമ്മുടെ ഭാഷ, മതം, ജാതി, നമ്മുടെ സാമ്പത്തിക നില, നമ്മൾ ആണാണോ പെണ്ണാണോ എന്നതൊക്കെ വെച്ച് ഈ വലിയ ഇന്ത്യൻ സമൂഹത്തിൽ നമ്മുടെയൊക്കെ സ്ഥാനം എവിടെയാണെന്ന് സ്വയം മനസ്സിലാക്കാൻ ഈ മാപ്പ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വിശകലനത്തിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഒരു കണ്ണാടി പോലെയാണ് അല്ലേ? അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നു. അപ്പോൾ ഈ ഒരു പുതിയ അറിവിന്റെ വെളിച്ചത്തിൽ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യൻ സമൂഹം എന്ന ഈ വലിയ ഭൂപടത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്?